കേരളത്തിലെ ജനങ്ങളുമായിട്ട് അതുപോലെ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് സംഘടനകളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്, അതായത് മയക്കുമരുന്ന്, രാസലഹരി, കഞ്ചാവ്, മറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ തന്നെ അനധികൃതമായി ഒക്കെ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ശക്തമായി തടയുന്ന പരിപാടി ഇവിടെ നടന്നു പോകുന്നത്. വലിയ സഹകരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അതിനിടയിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞ് നിയമം കയ്യിലെടുക്കുന്ന, എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന, ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന പരിപാടികളൊക്കെ പലയിടത്തും വലുതും ചെറുതുമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതായും ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. എന്തെങ്കിലും ഇത്തരം സംശയം തോന്നിക്കഴിഞ്ഞാൽ പോലീസിനെയോ എക്സൈസിനെയോ ഉദ്യോഗസ്ഥരെയോ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമപരമായ നടപടികളിലൂടെയാണ് പോകേണ്ടത്. ആൾക്കാരെ തടഞ്ഞ് നിർത്തി ചോദ്യം ചെയ്യുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി അനുവദിക്കാനാകില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. കുറ്റ്യാടിയിൽ നടന്ന ആൾക്കൂട്ട വിചാരണ, കുറ്റ്യാടിയിൽ ഒരു പുരുഷനും സ്ത്രീയും കാറിൽ സഞ്ചരിക്കവേ മറ്റൊരു കാറിൽ തട്ടുകയും അതൊരു പ്രശ്നമാവുകയും ഇവർ മയക്കുമരുന്ന് കച്ചവടക്കാരാണ് എന്ന രീതിയിൽ ഈ പുരുഷനെയും സ്ത്രീയെയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിരുന്നു. പോലീസും ഒക്കെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതൊരിക്കലും നമ്മുടെ സമൂഹത്തിന് ചേരുന്ന ഒരു രീതിയല്ല. നിയമപരമായി തന്നെയാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു അഭിപ്രായം കൂടിയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. വിഷയം ഗൗരവമായി പരിശോധിക്കാൻ പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ കർശനമായ പോലീസ് നടപടികളാണ്, അല്ലാതെ ആൾക്കൂട്ട ആക്രമണമല്ല. മയക്കുമരുന്ന് വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കർശനമായി നേരിടും, എന്നാൽ അത് നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമായിരിക്കും എന്നും മന്ത്രി പറയുന്നു. കോഴിക്കോട് കുറ്റ്യാടി നീലേച്ചുകുന്നിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. കാറിൽ ഇടിച്ച് നിർത്താതെ പോയി എന്ന പേരിലാണ് യുവാവിനെയും യുവതിയും ആൾക്കൂട്ടം പരസ്യ വിചാരണ നടത്തിയത്. ഇരുവരും സഞ്ചരിച്ച കാർ മറ്റൊരു കാറിൽ ഇടിച്ച് നിർത്താതെ പോയെന്ന് പറഞ്ഞാണ് ഇവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചത്. നാട്ടുകാരും പോലീസും ഇവരുടെ കാറിന് പിന്നാലെ പോവുകയായിരുന്നു. തുടർന്ന് കാറിൽ നിന്ന് പിടിച്ചിറക്കി ഈ യുവാവിനെയും യുവതിയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആൾക്കൂട്ടം യുവാവിനെയും യുവതിയെയും ആക്രമിച്ചത്. എന്നാൽ പോലീസ് യാതൊരു തരത്തിലും ആക്രമണത്തെ തടയാൻ ശ്രമിച്ചില്ല എന്നും പരാതിയുണ്ട്. ഇരുവരുടെയും പക്കൽ ലഹരിമരുന്ന് ഉണ്ടു എന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ട വിചാരണ. എന്നാൽ വാഹനത്തിൽ നിന്ന് ലഹരിമരുന്ന് കണ്ടെത്താനായില്ല എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ ഒരു വണ്ടിയിൽ തട്ടി, അതൊരു ബുദ്ധിമുട്ടായി. അവർ പേടിച്ച് നിർത്താതെ പോയി. ഉടനെ അവരുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടം തടഞ്ഞു നിർത്തി ഇവരെ ആക്രമിക്കുകയും ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ തന്നെ നിയമപരമായി മാത്രമേ നേരിടാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചത്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായി പോലീസ് കേസെടുക്കണം, അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കണം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ജനങ്ങളും ഒക്കെ തന്നെ സഹകരിക്കണം, നാട്ടുകാരും സഹകരിക്കണം. പക്ഷേ ഈ രീതിയിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ആൾക്കാരെ മർദ്ദിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് കാര്യമെന്തെന്നറിയാതെ പ്രതികരിച്ചുകൊണ്ടായിരിക്കരുത് സഹകരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സൈസിനെയോ പോലീസിനെയോ അറിയിക്കുക. മറ്റ് പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താൻ ചുമതലപ്പെട്ടത് അവരാണ്. അല്ലാതെ അവിടെ കയറി ചെന്ന് വഴക്കുണ്ടാക്കാനും ആൾക്കാരെ മർദ്ദിക്കാനും ഒന്നും ശ്രമിക്കരുത്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും. അവർക്കെതിരെ കേസെടുക്കും, പല വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും. അവരെ അങ്ങനെ വെറുതെ വിടില്ല. ഗൗരവപരമായി തന്നെ ഈ ഒരു വിഷയം പരിശോധിക്കും എന്ന കാര്യവും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു.